ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കൈകളൊന്നു കൂപ്പി കണ്ണുകളടച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും, ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഒരു പുത്തൻ അഭിഷേകം എൻ്റെ മേൽ വെളിപ്പെടണമേ എന്ന് ആഗ്രഹിക്കുക. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ദൈവസന്നിധിയിലേക്ക് ആഗ്രഹിക്കേണ്ടത്, കർത്താവെ, എൻ്റെ ആത്മീയ ജീവിതത്തെ വളർത്തണമേ, എൻ്റെ ചിന്തകളെ, എൻ്റെ വികാരങ്ങളെ, എൻ്റെ ആലോചനകളെ, എൻ്റെ ബൗദ്ധിക മണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവെ അങ്ങ് ഉണർത്തണമേ, ഒരു പുതിയ അഭിഷേകം എൻ്റെ മേൽ ചൊരിയണമേ ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നമ്മിൽ സംഭവിക്കപ്പെടുകയാണ്. ആഗ്രഹിക്കുക, ഓ ദൈവിക ശക്തി ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ വെളിപ്പെടണം, ഒരു പുത്തൻ അഭിഷേകം ഞങ്ങളുടെ മേൽ ചൊരിയപ്പെടണം. പലവിധ വിഷയങ്ങളിൽ നമ്മൾ ഭാരപ്പെടുന്നുണ്ടാവും, സാരമില്ല, നമ്മൾ വിശ്വസിക്കുകയാണ് കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ അത്ഭുതകരമായി പ്രവർത്തിക്കുകയാണ്. ദൈവിക ശക്തി ഞങ്ങളുടെ മേൽ നിറയുകയാണ്. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ, ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ആ ഗാനത്തിൻ്റെ ഏതാനും വരികളൊന്ന് പാടിക്കേ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, എനിക്ക് നല്ല ഉണർവ് വേണം, ഉന്മേഷം വേണം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണം. ആഗ്രഹിച്ച് എല്ലാവരും ഈ നിമിഷം കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചേ, പാടിക്കേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. നമുക്ക് ഓരോരുത്തർക്കും വിശ്വസിക്കാം. എല്ലാവരും ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ ആത്മാവാൽ എന്നെ ഉണർത്തണമേ, ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ, ഞാനുണർന്നാൽ എൻ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ഞാനുണർന്നാൽ എൻ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ, ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. God is good all the time. എൻ്റെ കൂടെ പറഞ്ഞേ, God is good. God is good. God is good God is good all the time. all the time. All the time. All the time. God is good God is good all the time. all the time. God is good. God is good. ചെറുടെ ഒച്ചത്തിൽ പറഞ്ഞേ, God is good God is good all the time. all the time. All the time. All the time. God is good. God is good. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. എല്ലായ്പ്പോഴും ദൈവം നല്ലവനാണ്, ദൈവം നല്ലവനാണ് എല്ലായ്പ്പോഴും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കുക, കർത്താവിൻ്റെ ആത്മാവ് ഈ വചന ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ചില ദൈവീക ബോധ്യങ്ങൾ നമുക്ക് നൽകും. നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണ് കേട്ടല്ലോ. അപ്പം അതുകൊണ്ട് അത്രത്തോളം ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ വേണം ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരാൻ. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. God is good God is good all the time. all the time. All the time. All the time. God is good. God is good. God is good. God is good. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പോട്ടുള്ള വഴികളെ, നിങ്ങളുടെ ഭാവി ജീവിതത്തെ ബലപ്പെടുത്തുന്ന ചില അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് നമ്മൾ ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ പങ്കുവയ്ക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ Hallelujah. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ ഒരു നിക്ഷേപമാണ്. നമ്മളിപ്പോൾ സ്വീകരിക്കാൻ പോകുന്നത് വലിയ ഒരു നിക്ഷേപമാണ്.
നമ്മുടെ ഭാവി ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ഒരു നിക്ഷേപത്തിലാണ്. അപ്പം അതുകൊണ്ട് അത്രമേൽ ശ്രദ്ധയും പ്രാർത്ഥനയും ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ഈ അൾത്താരയോട് ചേർന്ന് പങ്കുവയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ചില വചനങ്ങളൊന്ന് പറയും. ആ വചനങ്ങൾ ഒന്ന് ഏറ്റുപറഞ്ഞ് നമ്മുടെ ഈ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് നമ്മളൊന്ന് ബലം പ്രാപിക്കുകയാണ്. വലതുകരം ഉണ്ടെങ്കിൽ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചോ. എൻ്റെ കൂടെ ഒച്ചത്തിൽ ഏറ്റുപറയണം കേട്ടോ. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 9-ാം തിരുവചനം. ഏതാണ് പുസ്തകം? സുഭാഷിതങ്ങളുടെ പുസ്തകം, ബുക്ക് ഓഫ് പ്രൊവർബ് ചാപ്റ്റർ 16 വേഴ്സ് 9. കേട്ടല്ലോ, ഒച്ചത്തിൽ പറഞ്ഞേ. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 9-ാം തിരുവചനം. മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ചു വെക്കുന്നു, അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. ഇപ്പം കൂടെ ഒച്ചത്തിൽ ഏറ്റു പറഞ്ഞേ. മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ചു വെക്കുന്നു, അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. ഹല്ലേലൂയ. എന്ത് മനസ്സിലായി? മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ചു വെക്കുന്നു. അതായത് നമ്മൾ ഒത്തിരി കണക്ക് കൂട്ടുന്നു, എന്നാൽ അന്തിമമായ തീരുമാനം അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് ആരാണ്? കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകര് ഒത്തിരി കണക്ക് കൂട്ടലോടുകൂടെ ജീവിക്കുന്നവരുണ്ട്. ഒത്തിരി ഞങ്ങളുടെ ജീവിത വഴികൾ ഇങ്ങനെ പോകണം, അങ്ങനെ പോകണം, അങ്ങനെ ചെന്നിട്ട് അങ്ങനെ ആവണം, എന്തെല്ലാം കണക്കുകൂട്ടലുകളാണ്. എന്നാൽ ഒരുപക്ഷെ ചില തകർന്നവരും ഭാരപ്പെട്ടവരും ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വചനം നിങ്ങൾക്ക് വേണ്ടി ദൈവം സമ്മാനിച്ചിരിക്കുന്നതാണ്. ഒന്നും കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 9-ാം തിരുവചനം. മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ചു വെക്കുന്നു, അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. ഒന്ന് കൈയടിച്ച് ഈ വചനം സ്വീകരിച്ചേ. പ്രൈസ് ദി ലോർഡ്. അതായത് നമ്മളൊരു വചനം നമ്മളത് സ്വീകരിക്കുകയാണ്. ഇത് നമുക്ക് വേണ്ടി തന്നതാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പരിചിതമായ മറ്റൊരു വചനം നമ്മൾ പറയുവാണ്. റോമാലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 28. കാണാതെ അറിയാവുന്നവരുണ്ടാവും, ഇല്ലാത്തവരിത് പഠിച്ചോണം. വലതുകരം ഉയർത്തിപ്പിടിച്ചോ, ഏറ്റു പറയാ. റോമാലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. കൈതാത്തിക്ക് പൗലോസ്ലീഹ ഒരു കാര്യം ചോദിക്കുകയാണ്. നമുക്ക് അറിയാമല്ലോ. ഇത് പുതിയതായിട്ടുള്ള കാര്യമല്ല, മറിച്ച് നമുക്കറിയാമല്ലോ. എന്തറിയാമല്ലോ എന്ന്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കാക്കി മാറ്റും. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ഗോഡ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും എല്ലാ അനുഭവങ്ങളും, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരത് ശ്രദ്ധിച്ചോണം. നമുക്കുണ്ടായ സന്തോഷം, നമുക്കുണ്ടായ വേദന, നമുക്കുണ്ടായ സംശയം, നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നവ ഇതെല്ലാം ദൈവം നന്മയ്ക്കാക്കി മാറ്റും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന എല്ലാ അനുഭവങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ്. ആമേൻ, ആമേൻ. ഇത് നിങ്ങൾ വിശ്വസിച്ചോണം. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കണം. എനിക്കുണ്ടാവുന്ന ഈ അനുഭവം എന്തിനാണ്? എനിക്ക് എൻ്റെ ദൈവത്തെ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാ അനുഭവങ്ങളും കേട്ടോ, എല്ലാ അനുഭവങ്ങളും. നിങ്ങൾ വിചാരിക്കും ഇല്ല, ഇത് ഇത്രയും വലിയ കുഴിക്കകത്താണ്, ഇത്രയും വലിയ പ്രശ്നത്തിലാണ്. ആയിക്കോട്ടെ, പക്ഷെ വചനം എന്താ പറയണമെന്നറിയോ? നമുക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും
ദൈവത്തെ ആശ്രയിക്കുന്നതിനു വേണ്ടി അത്രേ. സത്യം പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. മറ്റൊരു വചനം നമ്മൾ ഏറ്റു പറയുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം. ബുക്ക് ഓഫ് പ്രൊവേർബ് ചാപ്റ്റർ 3 വേഴ്സ് 5. വചനം ഇങ്ങനെയാണ്: കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. കേട്ടോ, ഇത് നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചോണം. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയം വയ്ക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. സ്വന്തം ബുദ്ധിയെ ആശ്രയിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പലവട്ടം നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ വചനം അങ്ങ് ശ്രദ്ധിച്ചോണം. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിലേറ്റ് പറഞ്ഞേ: സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തകനായ ദാവീദ് പഠിപ്പിക്കുന്ന 4-ാമത്തെ വചനം, നമ്മൾ 5 വചനം ഇപ്പൊ തുടക്കത്തിൽ പഠിക്കുവാണ്. ഇപ്പൊ നമ്മൾ 4-ാമത്തെ വചനം ശ്രദ്ധിക്കുന്നു. സങ്കീർത്തനം 37 അതിന്റെ 5-ാം തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 37 വേഴ്സ് 5. 5 വചനങ്ങൾ കേട്ടോ. അതിൽ 4-ാമത്തെ വചനം പഠിക്കുവാണ്. സങ്കീർത്തനം 37 അതിന്റെ 5-ാം തിരുവചനം. വചനം എന്താണെന്നറിയാവോ? നിന്റെ ഭാരം കർത്താവിൽ ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. കണ്ടോ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ഭാരം, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പലവിധ ഭാരങ്ങളുണ്ട്. വചനം പറയുന്നു, ഈ ഭാരമെല്ലാം കർത്താവിൽ ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറയാം. നിന്റെ ഭാരം കർത്താവിൽ ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ: നിന്റെ ഭാരം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ ഭാരം എന്ത് ചെയ്യണം? കർത്താവിന് ഭരമേൽപ്പിക്കണം. ഈ ശുശ്രൂഷ നമുക്ക് നൽകുന്ന ഒരു ട്രെയിനിങ് ആണ് കേട്ടോ. ഇതൊരു പ്രായോഗിക പരിശീലനമാണ്, വെറുതെ കേട്ടിരിക്കാനല്ല. മറിച്ച് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനമൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഭാരം, ഈ ഭാരം നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ നമുക്ക് നടക്കുകയുള്ളൂ. അപ്പോൾ എന്താ ചെയ്യണ്ടേ? ദൈവത്തിൽ ഇത് ഭരമേൽപ്പിക്കണം. എന്നിട്ട് ദൈവത്തിൽ പരിപൂർണമായ വിശ്വാസം അർപ്പിക്കണം. അവിടുന്ന് നോക്കിക്കൊള്ളും എന്ന് പറയണം. ദൈവം നിന്റെ കാര്യം നോക്കിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ദൈവം നോക്കിക്കൊള്ളും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ജീവിതത്തെ ദൈവം നോക്കിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഭാരം, ജീവിതത്തിൽ ദൈവം അങ്ങ് മുഴുവനായിട്ടൊരു ക്ലാരിറ്റി ഒന്നും തന്നിട്ടില്ലായിരിക്കും പല കാര്യങ്ങളെക്കുറിച്ച്. പക്ഷേ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓരോ ചുവട് വെക്കാനുള്ള ക്ലാരിറ്റി ദൈവം തന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പ് ഇറങ്ങി ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. ഇപ്പോൾ വലിയ ഹാലജൻ ലൈറ്റ് ഇട്ട് ആ സ്റ്റെപ്പുകളെല്ലാം നമ്മുടെ മുമ്പിൽ ക്ലാരിറ്റി ഒന്നുമില്ല. പക്ഷേ അടുത്ത ചുവട് വെക്കാനുള്ള വെളിച്ചം നിനക്ക് കിട്ടും. അടുത്ത ചുവട് വെക്കാനുള്ള വെളിച്ചം കിട്ടും. അങ്ങനെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാണ് ആ സ്റ്റെപ്പ് ഇറങ്ങുന്നത്. അല്ലാതെ ഇത് മൊത്തം ക്ലാരിറ്റി, ജീവിതത്തെക്കുറിച്ച് മൊത്തം, മകൻ്റെ കാര്യം ഇങ്ങനെയാകും, മൊത്തം ചിത്രം, അങ്ങനെയൊന്നുമില്ല. മറിച്ച് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ഓരോ ചുവടും വെച്ച് ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. വലതുകരം ഉയർത്തിപ്പിടിച്ചേ നല്ലൊരു സുന്ദരമായ വചനം, 5-ാമത്തെ വചനം കൂടെ പഠിച്ചോ. യെശയ്യായുടെ പ്രവചനം 41-ാം അധ്യായം 10-ാം തിരുവചനം. ഐസയ ചാപ്റ്റർ 41 വേഴ്സ് 10. കാണാതെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒച്ചത്തിൽ പറഞ്ഞോണം, എന്റെ കൂടെ ഏറ്റു പറയണം. യെശയ്യാ പ്രവചനം 41-ാം അധ്യായം 10-ാം തിരുവചനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും
സകലരെയും ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ചെയ്യും. എന്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് എന്റെ വിജയകരമായ ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈതാത്തിക്ക് നല്ല ഒന്നാന്തരം വചനങ്ങളാണ്. നമ്മൾ 5 വചനങ്ങൾ പറഞ്ഞു. നിങ്ങൾ സാധിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഈ വചനങ്ങൾ പറ്റുമെങ്കിൽ ഒരു നോട്ട് ബുക്കിൽ ഈ ദിവസങ്ങൾ എഴുതിയെടുക്കണം. ഇതിപ്പോൾ യൂട്യൂബിലുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഇത് അയച്ചു കൊടുക്കണം. അപ്പോൾ ഈ 5 വചനങ്ങൾ ഇത് എഴുതിയെടുക്കണം. ഇത് എഴുതിയെടുത്ത് ഒരു പേപ്പറിൽ എല്ലാ ദിവസവും രാവിലെ തന്നെ നമ്മൾ ഈ 5 വചനങ്ങളും പറയണം. 1, സുഭാഷിതങ്ങളുടെ പുസ്തകം 16:9, മനുഷ്യൻ തൻ്റെ മാർഗം ആലോചിച്ച് വെക്കുന്നു, അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. നമ്മൾ പറയണം. എന്നിട്ട് അടുത്ത വചനം റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. പറയണം. അടുത്ത വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 3:5, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. എന്നിട്ട് വീണ്ടും എഴുതണം. സങ്കീർത്തനം 37:5, നിന്റെ ഭാരം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. 5-ാമത്തെ വചനം യെശയ്യാ പ്രവചനം 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയ. നിങ്ങൾ സാധിക്കുമെങ്കിൽ എഴുത്തും വായന അറിയാവുന്ന എല്ലാവരും തന്നെ ഈ കുഞ്ഞ് എക്സസൈസ് ഒരു പേപ്പറിലോട്ട് ഈ വചനം എഴുതണം. ഇത് വലിയ സമ്പത്താണ്. നിങ്ങൾക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്താണ്. വചനം എഴുതണം. ഇത് വെറുതെ ഒരു റോമ 8:28 എന്നും പറഞ്ഞ് ഇടാനല്ല, അത് എഴുതണം. റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അങ്ങനെ എഴുതണം. ഒരു പേപ്പറിൽ എഴുതണം. അപ്പം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ എഴുതുന്നത്, ഇതൊക്കെ ഞാൻ പഠിച്ച അത് പോരാ, മറിച്ച് ഇതൊക്കെ എഴുതണം. അങ്ങനെ നമ്മൾ കുത്തിയിരുന്ന് എഴുതി നമ്മൾ ആ വചനം പഠിച്ച് നമ്മളോട് തന്നെ പറയണം. പലതവണ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം നമ്മുടെ ഉള്ളിൽ അത്ഭുതകരമായി സംഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ഈ 5 വചനങ്ങളും ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ മേൽ അത്ഭുതകരമായി സംഭവിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഒന്നും കൂടെ ഉയർത്തിപ്പിടിച്ചേ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുമെങ്കിൽ 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചോ. കണ്ണുകളടച്ചോളൂ. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ അതേതാണോ ആ അവസ്ഥ ഇപ്പോൾ അൾത്താരയിലേക്ക് കൊടുക്കുക. ഈ പോട്ട ആശ്രമത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് അങ്ങോട്ട് കൊടുക്കുക. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ അത് ചിലപ്പോൾ വലിയ ഞെരുക്കമാവും, ആരും നിന്നെ സഹായിക്കാനില്ല എന്നുണ്ടാകും. ചിലപ്പോൾ ചില രോഗപീഠകളാവും, ചില തെറ്റിദ്ധാരണകളാവും. ജീവിതത്തിൽ ഇനി മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത വണ്ണം വലിയ അബദ്ധത്തിൽപ്പെട്ടിരിക്കുകയായിരിക്കും. ആരെങ്കിലും നിന്നെ ചതിച്ചിട്ടുണ്ടാവും, വിശ്വാസവഞ്ചന നടത്തിയിട്ടുണ്ടാവും. ജീവിതത്തിൽ വലിയ ഭാരത്തിലൂടെയാവും. ഏത് വിഷയമായിക്കൊള്ളട്ടെ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നീ ഒരു കാര്യം വിശ്വസിക്കുക. എൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ അനുഭവങ്ങളും എനിക്ക് എൻ്റെ ദൈവത്തെ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. എൻ്റെ ദൈവത്തെ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു, എനിക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും, എനിക്കുണ്ടാവുന്ന എല്ലാ അനുഭവങ്ങളും എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങളത് വിശ്വസിക്കണം. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുടെ കർത്താവ് പറഞ്ഞു തരുന്ന കാര്യമാണ്. നിനക്കുണ്ടാവുന്ന എല്ലാ അനുഭവങ്ങളും, അയൽവാസിയോട് വലിയ ഭാരമുള്ളൊരു കുടുംബത്തോട് കർത്താവ് പറയുന്നു, നിനക്കുണ്ടായ ഈ അനുഭവം ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോടാണ് കർത്താവ് പറയുന്നത്. ചില സ്നേഹബന്ധങ്ങൾ തകർന്നു പോയത് വിഷമിക്കേണ്ട, കർത്താവ് പുതുക്കിപ്പണിയും. ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഞെരുക്കം ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ്. പ്രത്യേകിച്ച് കർത്താവ് ഇത് പറയുന്നത്, വലിയ കൂട്ടുകെട്ട്, വർഷങ്ങളോളം കൂട്ടുകെട്ടിലായിരുന്ന ഒരു കൂട്ടുസംഘത്തിൽ ആ കൂട്ടുകെട്ട് തകർന്നുപോയി. അതിൽ വലിയ സങ്കടം, ഭാരം. നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ ഈ കടന്നു പോകുന്ന അവസ്ഥ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും. നിങ്ങൾ വിശ്വസിക്കുക. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഭാരപ്പെടേണ്ട. നിനക്കുണ്ടായിട്ടുള്ള ഈ രോഗം നിന്റെ കർത്താവിനറിയാം. നിന്റെ കർത്താവ് നിന്നിൽ ഇടപെടും. നീ വിശ്വസിക്കുക. ദൈവമറിയാതെ ഒന്നും സംഭവിക്കില്ല. നീ കടന്നു പോകുന്ന ഓരോ കണ്ണുനീരും കർത്താവിനറിയാം.
നിന്റെ കുടുംബത്തിലുണ്ടായ മരണം, നീ അതിനെക്കുറിച്ച് ഓർത്തോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുവല്ലേ? കർത്താവിനറിയാം, കർത്താവിനറിയാം. കർത്താവ് നിന്നെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിയല്ല കർത്താവെ, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങയിലാണ് ഞങ്ങളുടെ വിശ്വാസം. കർത്താവെ, ഞങ്ങളുടെ കാലുകൾ ചലിപ്പിക്കുന്നത് അങ്ങാണ്. കർത്താവെ, ഞങ്ങളുടെ ഭാവിയെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരുപക്ഷെ ജോലി നഷ്ടപ്പെട്ടു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം പ്രാർത്ഥിക്ക്. കർത്താവ് അങ്ങനെയുള്ള ചിലരെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്രതീക്ഷിതമായ ജോലി നഷ്ടപ്പെട്ടു പോയവര്, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവര്, കർത്താവ് നിന്നിൽ ഇടപെടുന്നു. ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വലിയ ഭയത്തിൽ കഴിയുന്ന ഒരു സഹോദരിയാണ്, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. കർത്താവ് ഇതാ ഇടപെടുകയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. യേശുവേന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ, യേശുവേന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ. എല്ലാവരും സ്തുതിച്ചേ, നാവ് തുറന്ന് സ്തുതിച്ചേ. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. സാന്നിധ്യം മതി, നാഥാവിൻ സാന്നിധ്യം മതി.